അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇത്തരം മാർഗങ്ങൾ ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ ഇനിയും ധാരാളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം, ഒരു സബബ്, മറ്റെല്ലാ സബബുകളും നമ്മൾ സ്വീകരിച്ചാലും ഇത് കൂടാതെ നമുക്ക് രക്ഷയില്ല. അതാണ് ദുആ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചാലും, എത്ര ഇൽമുള്ളയാളാണെങ്കിലും, എത്ര തഖ്വയുള്ളയാളാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉറപ്പിച്ചു നിർത്തിയില്ലെങ്കിൽ, അവന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നമ്മുടെ അവസാനം മോശമായിരിക്കും. നമ്മൾ വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളുടെ ദുആയായി അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അള്ളാഹുവേ, ഹിദായത്ത് ലഭിച്ചതിനു ശേഷം ഞങ്ങളുടെ ഖൽബുകളെ നീ പിഴപ്പിക്കരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ കാരുണ്യം റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവിന്റെ കയ്യിലാണ് നമ്മുടെ ഖൽബ്, അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് നമ്മുടെ ഖൽബ്. എത്ര തഖ്വയുള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ നമ്മൾ പിഴച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ബോധം നമുക്ക് വേണം. അഹങ്കാരം നമുക്കുണ്ടാകരുത്. നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഈ ദീനിൽ നിലകൊള്ളുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകരുത്. അള്ളാഹുവിനോട് വിനയത്തോടെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടേതായി പഠിപ്പിച്ച മറ്റൊരു ദുആ, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സബ്ർ നൽകണമേ, ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ. അള്ളാഹുവിന്റെ ദീനിൽ, അവന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ദുആ. സഹോദരങ്ങളെ, ഫിത്നകൾ വർദ്ധിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ സുന്നത്തിന്റെയും തൗഹീദിന്റെയും ആളുകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ചേരിതിരിവുകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്ന കാലത്ത് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടി വരും. നമ്മുടെ മറ്റെന്ത് കഴിവുകൾ കൊണ്ടും, എന്ത് വാക്സാമർത്ഥ്യം കൊണ്ടും, എത്ര വലിയ ഗവേഷണ കഴിവുകൊണ്ടും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയല്ലാതെ രക്ഷയില്ല. കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു അവസാന കാലത്തെ കുറിച്ച് പറഞ്ഞ ഒരു അസറുണ്ട്. ഈ വാക്ക് കണ്ടാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹം പറയുന്നു, ലയതിയന്ന അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് അവസാന കാലത്ത്, ലാ യൻജു ഫീഹി, അക്കാലത്ത് രക്ഷപ്പെടുകയില്ല, ഒരാളും രക്ഷപ്പെടുകയില്ല, ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖ്, വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, മരിക്കാൻ പോകുന്ന ഒരാൾ എങ്ങനെ ദുആ ചെയ്യുമോ അതുപോലെ ദുആ ചെയ്ത ഒരാൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എത്ര ഇഖ്ലാസോടെ പ്രാർത്ഥിക്കും, എത്ര വിനയത്തോടെ പ്രാർത്ഥിക്കും. തന്റെ കഴിവുകൾ അദ്ദേഹം എത്ര നിസ്സാരമായി കാണും, അള്ളാഹുവിന്റെ കഴിവിൽ മാത്രം എത്രമാത്രം അവലംബിക്കും. ഇങ്ങനെ ആത്മാർത്ഥമായി വിനയത്തോടെ അള്ളാഹുവിൽ അവലംബിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പിഴപ്പിക്കുന്ന ഫിത്നകളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.